പ്രവാസലോകം താബൂക്ക് പ്രതിനിധി ഉണ്ണി മുണ്ടുപറമ്പിലും റിയാദ് ഇന്ത്യൻ എംബസിയും സഹായിച്ചതുവഴി ഈയിടെ മാത്രമാണ് ഖദീജയ്ക്ക് നാട്ടിൽ വരാൻ പറ്റിയത്. തന്റെ കഥ ഖദീജ തന്നെ ഇവിടെ പറയും. ഖദീജ എത്ര കാലമായി അവിടെ പോയിട്ട്? 1 വർഷവും 10 മാസവും ഞാൻ അവിടെ നിന്നു. എത്ര ആയി നാട്ടിൽ വന്നിട്ട് ഏപ്രിൽ 25-ാം തീയതി അവിടുന്ന് കയറി 26-ാം തീയതി ഞാൻ നാട്ടിൽ. 1 മാസമായി. സ്വാഭാവികമായിട്ട്. അപ്പോൾ ഇവിടുന്ന് ആരെ കൊണ്ടുപോയത്? ഇവിടുന്ന് കൊണ്ടുപോയത് തൃശ്ശൂർ സ്വദേശി ചെങ്ങരംകുളത്തുള്ളൊരു ബക്കർ ഷാ എന്ന് പറയുന്ന ആളാണ്. ബക്കർ ഷായും അവൻ്റെ കൂട്ടുകാരൻ ബാബു എന്ന് പറഞ്ഞ ആളാണ് എനിക്ക് വിസ ശരിയാക്കി തന്നത്. എത്ര രൂപ കൊടുത്തു? പൈസയൊന്നും കൊടുത്തിട്ടില്ല അങ്ങോട്ട്. പക്ഷേ 1300 രൂപ ശമ്പളം പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. റിയാല്. അവിടെ ചെന്നപ്പം മുതലാളിക്ക് 3 ഭാര്യമാരുണ്ട്. അതിൽ ചെറിയ ഭാര്യയുടെ വീട്ടിൽ 5 ദിവസം നിർത്തി. അതൊരു വീടാക്കി മാറ്റിയതിന് ശേഷം അവരെ ഉമ്മാടെ വീട്ടിൽ കൊണ്ടുപോയി. 3 കുട്ടികളുടെ വീട്ടിലേക്കാണ് അവരെന്നെ കൊണ്ടുപോയത്. 2ാമത്തെ വീട്ടിൽ ചെന്ന് കയറുമ്പം ഒരു സ്കൂള് പോലൊരു വീടാണ്. എന്ന് വെച്ചാൽ ഒരുപാട് അംഗങ്ങൾ, ആർക്കൊക്കെ എപ്പോഴൊക്കെ എന്തൊക്കെ ചെയ്തു കൊടുക്കണം എന്നറിയാത്തൊരവസ്ഥ. 16 ദിവസം ഞാൻ അവിടെ മാനസികമായിട്ട് വളരെ വിഷമിച്ചാണ് അവിടെ നിന്നത്. എന്നെക്കൂടി കഴിയുന്ന പരമാവധി ഞാൻ എല്ലാ ജോലിയും ഞാൻ ചെയ്തു. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരു നീക്കുപോക്കുമില്ല. ഒരു നേരത്തെ ഭക്ഷണം പെട്ടെന്ന് ചെന്ന് കയറിയതുകൊണ്ടായിരിക്കും ഇനി ഭക്ഷണമൊന്നും പിടിച്ചില്ല. ഏതായാലും 16 ദിവസം കഴിഞ്ഞപ്പം കഫീലിൻ്റെ ഒരു സഹോദരി വന്നിട്ട് എന്നെ കൂട്ടിക്കൊണ്ടുപോയി ബുറൈദയിലുള്ള കഫീലിൻ്റെ ഉമ്മാടെ വീട്ടിലേക്ക്. അവിടെ 4 മാസം ഞാൻ നിന്നു. ആ സ്ത്രീ നല്ലൊരു സ്ത്രീ ആയതുകൊണ്ട് എനിക്ക് 4 മാസത്തെ ശമ്പളവും വസ്ത്രങ്ങളും ഭക്ഷണവും നല്ല രീതിയിൽ എനിക്ക് കിട്ടി. അവിടെ നിന്ന് ലീവിന് പോയൊരു ഇന്തോനേഷ്യ ഖദാമ ഉണ്ടായിരുന്നു. അവൾ തിരിച്ചു വന്നപ്പം എന്നെ കഫീൻ്റെ 2ാമത്തെ ഭാര്യയുടെ വീട്ടിലേക്ക് മാറ്റി. അവിടെ 1.5 മാസം നിന്നു. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഈ മൂത്ത മോന് സുഖമില്ലെന്ന് ഫോൺ വന്നു. അവനൊരു ആദ്യം 8ാമത്തെ വയസ്സിലൊരു കിഡ്നിക്ക് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ കുട്ടിയാണ്. അതുകൊണ്ട് അത് വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് അവിടെ നിൽക്കാൻ മനസ്സ് വന്നില്ല. ഞാൻ മാത്രമാണ് അവൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്. 4 കുട്ടികൾ എൻ്റെ കീഴിലാണ് വളരുന്നത്. ഭർത്താവിൻ്റെ സംരക്ഷണവും ഇല്ല, സ്വന്തമായിട്ടൊരു വീടും ഇല്ല. ഭർത്താവിന് ഇപ്പോഴത്തെ എൻ്റെ അറിവിൽ ഇപ്പോൾ ഒരു 5 ഭാര്യ നിലവിലുണ്ട്. ഇപ്പം കണ്ണൂരിൽ എവിടെ ഉണ്ടെന്നാണ് എൻ്റെ അറിവ്, പുതിയതായത് കല്യാണം കഴിച്ചിട്ട്. അപ്പോൾ ഈ കുട്ടിയുടെ കാര്യം കേട്ടപ്പോൾ എനിക്ക് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ. മാനസികമായിട്ട് ഞാൻ വളരെയധികം തകർന്ന സംഭവം. അങ്ങനെ ഞാൻ കഫീൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് തിരിച്ചു പോകണം, ഒരു 2 മാസത്തെ ലീവ് തന്നിട്ട് എന്നെ വിടണം, ഞാൻ മോൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരാമെന്ന് പറഞ്ഞു. അപ്പം കഫീൽ എന്നോട് പറഞ്ഞു 8000 റിയാൽ തിരിച്ചു തരണം ഇങ്ങോട്ട്, എന്നിട്ട് നീ പൊയ്ക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നിലവിളി കരച്ചിലും ബഹളമൊക്കെ ആയപ്പം ഓഫീസുകാരൊക്കെ അറിഞ്ഞു. എന്നെ വിട്ട ആൾക്കാരൊക്കെ ഞാൻ വിളിച്ചറിയിച്ചു. അങ്ങനെ ഓഫീസിൽ നിന്ന് വിളിച്ചപ്പോൾ പറഞ്ഞു എങ്ങനെയെങ്കിലും 1 വർഷം തികച്ച് നിൽക്ക്, എന്നിട്ട് നിന്നെ വിസ ക്യാൻസലാക്കി തിരിച്ചയക്കാമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കത് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അങ്ങനെ ഒടുവിൽ എന്നെ റിയാദിലേക്ക് മാറ്റി. കയറ്റി വിടാനാണെന്ന് പറഞ്ഞ് ഒരു ദിവസം ഉച്ചയ്ക്ക് നിസ്കരിക്കാൻ നിൽക്കുന്ന ഏട്ടൻ എന്നെ വിളിച്ചു. ഒന്നും എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് പെട്ടെന്ന് വരാൻ പറഞ്ഞു. നിസ്കരിക്കാൻ പറ്റിയില്ല. അങ്ങനെ എന്നെ റിയാദിലെത്തിച്ച് നോക്കുമ്പം ഇന്ന് പോകും നാളെ പോകുമെന്ന് വിചാരിച്ച് 1 മാസത്തോളം ഞാൻ അവിടെ കാത്തു നിന്നു. അങ്ങനെ ഞാൻ ചോദിച്ചു ഇനി എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അല്ല, കഫീലിൻ്റെ അനിയനും ഭാര്യയും കൊണ്ടുവന്നത് ഇവരെ വീട്ടിലേക്ക്. ഞാൻ ആദ്യം നിന്ന ഈ സ്കൂള് പോലുള്ളൊരു വീടെന്ന് പറഞ്ഞില്ലേ, അവിടെ എന്നെ കൊണ്ടാക്കി. കഫീലിൻ്റെ അനിയനും കല്യാണം കഴിച്ചത് ഒരു വീട്ടിൽ നിന്നാണ്. അനിയനും ഭാര്യയാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയത്. 1 മാസം കഴിഞ്ഞിട്ടും എനിക്ക് ശമ്പളവും ഇല്ല. 2 മാസമായി ശമ്പളം കിട്ടിയിട്ട്. ഈ ശമ്പളവും ഇല്ല, എന്നെ തിരിച്ചയക്കുന്നുമില്ല. ഞാൻ പറഞ്ഞു എൻ്റെ പൈസ കൊണ്ട് തന്നെ എനിക്ക് ടിക്കറ്റ് എടുത്ത് തന്നാൽ മതി, ഞാൻ പോയിട്ട് തിരിച്ചു വന്നോളാം എന്ന് പറഞ്ഞിട്ട് അവർ സമ്മതിച്ചില്ല. അങ്ങനെ ഒടുവിൽ ഒന്നുകിൽ എനിക്ക് ശമ്പളം കിട്ടണം, അല്ലെങ്കിൽ എന്നെ തിരിച്ചു വിടണം. എൻ്റെ മക്കൾക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഞാൻ പൈസ അയക്കണം, മരുന്ന് വാങ്ങണം ഞാൻ പൈസ അയക്കണം, സ്കൂളും മദ്രസും എല്ലാം എൻ്റെ ചിലവിലാണ്. അങ്ങനെ അപ്പം അവിടെ പ്രശ്നങ്ങളായി. ഒടുവിൽ ഞാൻ വീണ്ടും ഏജൻറ്റ് വഴി അറിയിച്ചു. അങ്ങനെ ഏജൻറ്റുമാർ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടപ്പം കഫീലിനെ അറിയിച്ചു. കഫീൽ പറഞ്ഞു നീ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ 2 മാസത്തെ ശമ്പളം ഞാൻ ഇപ്പം തന്നെ അയക്കാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും എനിക്കിവിടെ വന്ന വീട്ടിലും കഫീലിൻ്റെ 2ാമത്തെ ഭാര്യയുടെ വീട്ടിൽ നിന്ന ശമ്പളം 2 മാസത്തത്, ഈ വീട്ടിൽ വന്നിട്ടും 3 മാസത്തെ ശമ്പളമായി. അങ്ങനെ 5 മാസത്തെ ശമ്പളം പെൻഡിങ്ങിലായി. ഇവിടെ ഞാൻ പൈസ അയച്ചില്ല, എൻ്റെ മക്കൾക്ക് ഭക്ഷണം ഇല്ല. അങ്ങനെ ആയപ്പം കഫീലിനെ അറിയിച്ചു. കഫീൽ ഇവിടെ ഞാൻ നിൽക്കുന്ന വീട്ടിൽ അയാളെ ഭാര്യയെ അറിയിച്ചു.
ഭാര്യയെ വിളിച്ചപ്പോൾ അവർക്ക് ആ ദേഷ്യം, അതായത് രണ്ടാമത്തെ റമദാനായി അപ്പത്തേനും. ഈ രണ്ടാമത്തെ റമദാൻ വന്നപ്പം എന്നെ ഒരു 16-ാമത്തെ ദിവസം നോമ്പ് തുറന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് ഭക്ഷണമൊക്കെ അവർക്കെല്ലാം എടുത്തു വെച്ച് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് ഞാൻ മേലേക്ക് പോയി നിസ്കരിക്കാൻ വേണ്ടി പോയി. ഉടനെ നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പം ഇവിടെ വാന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് പോയി. ഇറങ്ങി വരുമ്പോഴത്തേനും അവരെ ഭക്ഷണം കഴിഞ്ഞിരുന്നു. എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് റൂമിനകത്തിട്ട് ചോദിച്ചു, എത്ര മാസം ശമ്പളം തരാണെന്ന് നിൽക്കുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് 5 മാസം ശമ്പളം തരണമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, ശമ്പളമൊന്നും തരൂല, ശമ്പളം തരണമെങ്കിൽ ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ നിൽക്കാം, എനിക്കെൻ്റെ ശമ്പളം അയക്കണം, ഒന്നുകിൽ പറഞ്ഞയക്കണം അല്ലെങ്കിൽ എനിക്ക് ശമ്പളം അയക്കണം മക്കൾക്ക്. നമ്മൾ വെറുതെ അല്ലല്ലോ അങ്ങോട്ട് പോയത്, നമ്മുടെ മക്കൾക്ക് ഭക്ഷണം മേടിക്കാനല്ലേ. അങ്ങനെ ഞാൻ കരഞ്ഞു വിളിച്ചപ്പം അവരിനോട് ഒരു പേപ്പർ എടുത്തുകൊണ്ട് വന്നിട്ട് ഒപ്പിടാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒപ്പിടൂല, ആദ്യം ശമ്പളം അയച്ച കടലാസ് കിട്ടിയിട്ട് ഞാൻ ഒപ്പിടാന്ന് പറഞ്ഞു. അങ്ങനെ ബഹളായതിനു ശേഷം പറച്ചിലും തള്ള എൻ്റെ അടുത്ത് കൈ ചുറ്റി എൻ്റെ കവിളത്ത് ഇടിച്ച് ആദ്യം. എന്നിട്ട് ഇത്ര പോകുന്ന കത്തി ഉണ്ടായിരുന്നു തള്ളയുടെ കയ്യിൽ. കത്തി കയ്യിൽ പിടിച്ചിട്ട് എൻ്റെ കൈ ഇങ്ങനെ പേപ്പറിൽ വെച്ചിട്ട്, നീ ഒപ്പിട്ടില്ലെങ്കിൽ എൻ്റെ കൈ മുറിച്ച് കളയെന്ന് പറഞ്ഞു. ഈ വിരൽ മുറിച്ച് ഞങ്ങൾ എടുക്കും, എന്നിട്ട് അങ്ങ് ഒപ്പിടിക്കുമെന്ന് പറഞ്ഞു. അത് ഞാൻ കത്തിക്ക് പിടിച്ചു. കത്തിക്ക് പിടിച്ചപ്പോൾ കത്തി തള്ള ഇങ്ങനെ വലിച്ചിട്ട് എൻ്റെ കൈ ഇവിടെ മുറിഞ്ഞു. ഒടുവിൽ ഞാൻ ഒറ്റക്കല്ലേ ഉള്ളൂ, ജീവനെ ഭയന്നിട്ട് ഞാൻ ഒപ്പിട്ട് കൊടുത്തു. എത്ര ഒപ്പിട്ടെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. അങ്ങനെ 3 ദിവസം കഴിഞ്ഞപ്പം ഗഫിയിൽ വേറെ ഒരാളുമായിട്ട് വിളിച്ചു. തള്ള പറഞ്ഞ ഇംഗ്ലീഷും പറയാൻ പാടില്ല, മലയാളം പറയാൻ പാടില്ല, ഹിന്ദി പറയാൻ പാടില്ല, അറബിൽ മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ മലയാളം അറിയാമെന്നല്ലാണ്ട് ഇംഗ്ലീഷൊന്നും അറിഞ്ഞൂടാ, അറബി കുറച്ച് പറയും. അങ്ങനെ പറഞ്ഞു, തള്ള നല്ലതാന്ന് പറഞ്ഞാൽ മതി, തള്ളക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു, തള്ള മാമ കോയിസാന്ന് പറഞ്ഞു. അപ്പോൾ തള്ളക്ക് സമാധാനം. പിന്നെ എനിക്ക് തോന്നി, ഇനി കരഞ്ഞിട്ട് കാര്യമില്ല, എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക, അല്ലെങ്കിൽ പിടിച്ചു നിന്നേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചു. ഒടുവിൽ ഞാൻ എന്ത് ചെയ്തു, സൂത്രത്തിൽ അവിടെ സോപ്പിട്ട് അന്നത്തെ ദിവസം കഴിച്ചു. പിറ്റേന്ന് രാവിലെ അവർക്ക് രാവിലത്തെ ഫുത്തൂറൊക്കെ എടുത്തു വെച്ചതിന് ശേഷം കുട്ടികൾ കളിക്കുന്ന കളിഞ്ഞാല് വഴി ഞാൻ പുറത്തെത്തി. കളിഞ്ഞാല് ടർസമൊക്കെ കയറ്റി ചാരി വാതിൽ ചുമരിനോട് ചേർത്ത് വെച്ചിട്ട് അതുമ്മ കയറിയിട്ട് ജനൽ വഴി ടെറസമ്മൽ കയറിയിട്ട് കേബിളിൻ്റെ TV-യുടെ ആൻറ്റന കെട്ടി വെച്ചിട്ടുണ്ടല്ലോ, കമ്പി, അതിന്മേൽ ഒരു ഫൈബറിൻ്റെ വയറ് കെട്ടി വെച്ചിട്ട് ഞാൻ പുറത്തേക്ക് തൂങ്ങി റോഡിലേക്ക്. പിന്നെ അതിന് മുമ്പ് ഞാൻ എൻ്റെ കുറച്ച് ഡ്രസ്സൊക്കെ ഇട്ട് ആ വയം ഒരു കീസിലെടുത്ത് ഈ ഒരു ബാഗും കയ്യിലെടുത്ത് ഈ കീസ് വയറിൻ്റെ താഴെ കെട്ടിയിട്ട് റോഡിലേക്ക് ഇറക്കി വെച്ചു. സൗണ്ട് കേട്ടാൽ അവർ അറിയും. അതുകൊണ്ട് പതുക്കെ എല്ലാം നോക്കി വെച്ചിട്ട് രാത്രി തന്നെ ഞാൻ എല്ലാ സിറ്റുവേഷനും നോക്കി വെച്ചു. നിൽക്കാൻ പറ്റില്ല, കാരണം പിന്നെ 2 മാസം ഞാൻ പൈസ ഇല്ലാതെ പണിയെടുക്കണ്ടേ. എങ്ങനെയും എംബസി ഇടയ്ക്ക് വെച്ച് ഞാൻ ഇറങ്ങി ഓടുമ്പം ഒരു ഡ്രൈവർ വന്നു. ഡ്രൈവർ വെച്ചു, പോലീസ് സ്റ്റേഷൻ അറിയുമെന്ന് വെച്ചു, ഇല്ലയെന്ന് പറഞ്ഞു. പിന്നെ ഒരു ഡ്രൈവർ വിളിച്ചു, മൊബൈൽ ഉണ്ടെന്ന് വെച്ചു, ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവിടെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആരും സഹായിക്കാനില്ലയെന്ന്. അങ്ങനെ ഞാൻ ഇറങ്ങുമ്പോൾ ഒരു കുന്നിന് താഴെയായിട്ട് നമ്മുടെ ഇന്ത്യക്കാർ പണിയെടുക്കുന്നുണ്ട് ബിൽഡിങ്ങിൽ. അവർ തമിഴനാണ്. അപ്പം ഞാൻ അവൻ്റെ അടുത്തുനിന്ന് ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞു. ഒരു തമിഴൻ പറഞ്ഞു, എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ എനിക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് വിളിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ പോയി. എൻ്റെ അടുത്ത് ഫോണൊന്നുമില്ല, അത് പ്രശ്നമെന്ന് പറഞ്ഞിട്ട് അയാൾ പോയി. അപ്പോൾ എന്നോട് ചോദിച്ചു, തമിഴ് അറിയുമെന്ന് ചോദിച്ചു. കുറച്ചറിയാമെന്ന്. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു, അറിയാവുന്ന പോലെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സിമ്മ് വേണ്ട, എനിക്ക് എൻ്റെ അടുത്ത് സിമ്മുണ്ട്, ഫോണ് തന്നാൽ മതി, എൻ്റെ സിമ്മിനകത്തുനിന്ന് വിളിക്കാം, അപ്പം നിങ്ങൾക്ക് പ്രശ്നം വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിവിടെ പുതിയ ആൾക്കാരാണ്, നിങ്ങൾക്ക് സഹായിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഈ ഏരിയ ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ ഞാൻ അവർ സിമ്മ് തന്നു, ഫോണും എൻ്റെ സിമ്മിൽ ഞാൻ ഫോണിട്ട് വിളിച്ച്. ആ സമയത്ത് ഞാൻ ആദ്യം ഉണ്ണി മുണ്ടുപറമ്പിനെ വിളിച്ചു. അപ്പം എന്നോട് വെച്ച് എവിടെ നിൽക്കണമെന്ന് ചോദിച്ചു. ഞാൻ ഇവിടെ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാന്ന് പറഞ്ഞു. ശരി, നീ പെട്ടെന്ന് എംബസിയിലേക്ക് പോകുന്നു പറഞ്ഞു. ഖദീജ, നിങ്ങൾ സൗദി അറേബ്യയിലെ സ്ത്രീകളോടുള്ള പെരുമാറ്റത്തെക്കുറിച്ചും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്ന ദുരിതത്തെക്കുറിച്ചും നിങ്ങളൊരു പത്രസമ്മേളനം നടത്തുക. ഞങ്ങളതിൽ കാണിക്കാൻ സമയപരിമിതികളുണ്ട്, കുറവേ ഉണ്ടാവുള്ളൂ, ഒരൊറ്റ നിലേ കാണുള്ളൂ. ഇതെല്ലാ TV-കളിലും പത്രങ്ങളിലും വരട്ടെ. നിങ്ങൾ പത്രസമ്മേളനം ഞങ്ങൾ അതിന് വേണ്ടിയുള്ള അറേഞ്ച്മെന്റ് ചെയ്യാം, ഞാൻ ചെയ്തു തരാം. ഞാൻ റഫീഖിനോട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മലപ്പുറത്തെ പ്രസ് ക്ലബിൽ വെച്ച് നിങ്ങൾക്കുള്ള എല്ലാ പ്രശ്നങ്ങളും പറയാനുള്ള അവസരം ഉണ്ടായി തരാം. നിങ്ങൾ പറയണം, ഞങ്ങളിലൂടെ മാത്രം ഇത് പുറത്തു വന്നാൽ പോരാന്നാണ് എനിക്ക് അഭിപ്രായം. ഞാൻ പറയാൻ തയ്യാറാണ്. നിങ്ങൾ പറയണം, നിങ്ങൾക്കായിട്ടുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടാവും. കേരളത്തിലെ സ്ത്രീ വിമോചന പ്രവർത്തകര്, സ്ത്രീ സംരക്ഷക പ്രവർത്തകര് ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് കാണാൻ പ്രവാസ ലോകത്തിന് താല്പര്യമുണ്ട്. തീർച്ചയായിട്ടും ഈ സഹോദരിയെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും പേറി സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വന്ന മക്കളെ പറ്റാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഈ സഹോദരി നമ്മളുടെ പൊതുജീവിതത്തിലേക്ക് തരുന്ന അറിവുകളാണിത്. തീർച്ചയായിട്ടും ഞങ്ങളവിടെ വന്നതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്, തിരിച്ചെത്തിയതിൽ സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ളത് ഞങ്ങൾ തീർച്ചയായിട്ടും
ആലോചിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ റഫീഖിനോട് പറയാം, ഞങ്ങൾ അതിനനുസരിച്ച് സഹായിക്കും. ആരെങ്കിലും സഹായിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഈ സഹോദരിയെ സഹായിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് സമ്പന്നരുണ്ട് നമുക്ക്, ആവശ്യമില്ലാത്തിടത്തെല്ലാം പൈസ എറിഞ്ഞ് പേരും പ്രശസ്തിയും ഏറ്റുവാങ്ങുന്ന ഒട്ടേറെ മനുഷ്യരുണ്ട്. അവരോടൊക്കെ പറയാനുള്ളത് ഇത്തരത്തിൽ കഷ്ടപ്പാടും ദുരിതവും നേരിടുന്ന കുടുംബങ്ങളെ സഹായിക്കലാണ് ഏറ്റവും പുണ്യമായ കാര്യം. അതാണ് ഏറ്റവും വലിയ വേദങ്ങളും മതങ്ങളും ഒക്കെ ഉദ്ഘോഷിച്ചത്, ഇത്തരത്തിലുള്ള മനുഷ്യരെ സംരക്ഷിക്കലാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ഈ സഹോദരിക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ അതായിരിക്കും വലിയ പുണ്യം എന്നവരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ കുടുംബത്തെ തിരിച്ചയക്കും.